ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി ഗംഗ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകൾക്ക് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ഒരു നല്ലൊരു നിറം കൊടുക്കാം എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് അതുമാത്രമല്ല, എങ്ങനെ നമ്മുടെ ചുണ്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളെപ്പോഴും നല്ലോണം വെള്ളം കുടിക്കണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ചെയ്യണം. എങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് നല്ലൊരു ലിപ്സ്, അതുപോലെ നല്ലൊരു കളർ വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പം ഈ ചുണ്ട് വരണ്ട് പൊട്ടുന്നു, വിണ്ട് കീറുന്നു, അതൊക്കെ പലരും ഫേസ് ചെയ്യുന്നത് പ്രശ്നമാണ്, പ്രത്യേകിച്ച് വിൻ്റർ ടൈമിലൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മളെപ്പോഴും ഫേസിനൊക്കെ ഇതുപോലെ കെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഫേസിന് കെയർ ചെയ്യുന്ന പോലെ നമ്മൾ ലിപ്സിനെ അങ്ങനെ കെയർ ചെയ്യാറില്ല. ഫേസിൽ നമ്മൾ ഇടയ്ക്ക് സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാനാണ്, ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇപ്പം ചെറുപയർ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടിയും തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിനെ സ്ക്രബ് ചെയ്യുന്നത്, നാച്ചുറലായിട്ട് സ്ക്രബ് ചെയ്യുന്നത് ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ കിട്ടാനും അതുപോലെ സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളെ ലിപ്സിന് നമ്മൾ അങ്ങനെ ഒരു കെയറിങ് പൊതുവെ പലരും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ വിണ്ട് കീറാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഫേസിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിനെയും കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ലിപ്സിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, അതായത് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോവുള്ളൂ. നിറം വരുമെന്ന് ഞാൻ പറയുമ്പം നിങ്ങളിങ്ങനെ നല്ല എന്താ പറയുക ചുവന്ന് വരും എന്നല്ല വിചാരിക്കേണ്ടത്. അതായത് നമ്മുടെ ഒരു സ്കിന്നിന് ചേരുന്ന നിറമാണല്ലോ ലിപ്സിനുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ചുണ്ടുകൾ ഇങ്ങനെ ചുവന്നിരിക്കും അല്ലെങ്കിൽ പിങ്ക് കളറിലായിരിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ചുണ്ട് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം, നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. കളറിനേക്കാൾ ഉപരി നമുക്ക് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലിപ് കെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലിപ് കെയറിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. സ്ക്രബിങ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാനൊരു ലിപ് ബാം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രബ് ഉണ്ടാക്കുന്ന കാണിച്ചില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഷുഗറാണ് മെയിനായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ. പിന്നെ ഹണി എന്ന് പറഞ്ഞാൽ കുറേ അധികം ഗുണങ്ങളുണ്ട് നമ്മുടെ ചുണ്ടിനായാലും അതുപോലെ ഈ ഇതിൻ്റെ വായുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ ഈ ഹണി ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹണി മാത്രമായിട്ട് നിങ്ങൾക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. നല്ല ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഹണി വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ സ്ക്രബ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കൂടി ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വിരൽ കൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പോകാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉണ്ടല്ലോ. അപ്പം പല സോഫ്റ്റ്, മീഡിയം, അങ്ങനെ ഹാർഡ്, അങ്ങനെ 3 ടൈപ്പ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് എടുക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രബ് ചുണ്ടിൽ തേച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയി പൊക്കോളും. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് പഴയതായ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഒരു തവണ ഇത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചുണ്ടിൽ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലോണം വെച്ചാൽ നല്ല പ്രസ് ചെയ്തിട്ടല്ല, എന്നാൽ അത്യാവശ്യം ബ്രഷ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രം ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആയി പോകുള്ളൂ.
ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഡെഡ് സ്കിൻ ഇല്ല. പക്ഷേ നിങ്ങളിത് ചെയ്യാത്തവർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പം നല്ലോണം നമുക്കറിയാൻ പറ്റും ആ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കിങ്ങനെ ഈ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. തരിപ്പുള്ള പഞ്ചസാരയൊക്കെ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമാണ് നല്ല പൊടി പോലുള്ള പഞ്ചസാര എടുക്കരുത്. കുറച്ചൊരു തരിതരിപ്പുള്ള പഞ്ചസാര എടുക്കണം. നമുക്ക് പിഗ്മെൻറ്റേഷനും ഡാർക്ക് കളറൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രഷ് തന്നെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ ചുണ്ട് കണ്ടില്ലേ, ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, ലിപ് ബാം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്താ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്നു. അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്, ഒന്നും തന്നെ ഇല്ല. ഇപ്പം നിങ്ങളുടെ ചുണ്ട് നല്ലോണം വിണ്ട് കീറിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ് നിങ്ങൾ 2 തവണ ആഴ്ചയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രബിങ് 1 തവണ ചെയ്താൽ മതി, ആഴ്ചയിൽ 1 തവണ ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഇപ്പം നൈറ്റൊക്കെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആ ബ്രഷ് കൊണ്ട് തന്നെ സ്ക്രബൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയി പൊക്കോളും. നമ്മളിതിൽ ഹണിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം നല്ലതാണ് അങ്ങനെ ചേർക്കുന്നത്. നമ്മുടെ ചുണ്ടിന് കളർ വരാനൊക്കെ നല്ലതാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചുണ്ടിൽ വച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുക്കുകയോ അല്ലെങ്കിൽ കഴുകി കളയോ, എങ്ങനെയും അത് സ്ക്രബ് അങ്ങ് കളയുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യുമായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം നമ്മൾ ഈ സ്ക്രബിങ്ങിന് ശേഷം നമ്മളൊരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മുടെ ചുണ്ടിൽ ഇരിക്കണം. കൂടുതൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്നൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തു കുറച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് കളഞ്ഞെന്ന് പറഞ്ഞാൽ പറയുന്ന ബെനിഫിറ്റ് കിട്ടില്ല. നമുക്ക് 1 മാസം ചെയ്താൽ പോലും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടില്ല, കുറേ നേരം നമ്മുടെ ചുണ്ടിലിരിക്കണം. അപ്പോൾ നൈറ്റ് ആയിരിക്കുമ്പം ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഓവർനൈറ്റ് നമ്മുടെ ചുണ്ടിൽ ഇരുന്നോളൂ. അപ്പോൾ ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മുടെ ചുണ്ടിലിരിക്കുമ്പം നമുക്ക് ആ ഒരു ഗുണം കിട്ടും. പിന്നെ ഞാൻ ഈ ലിപ് ബാമിൽ നാച്ചുറലായിട്ട് സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ അത് ഒരു ദോഷവും വരുന്നില്ല, ഗുണം മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ്. അതിലേക്ക് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു പകുതി ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ്. നമുക്ക് കുറച്ച് മതി, പക്ഷെ ഞാൻ പകുതി എടുത്തു എന്നുള്ളൂ. ഞാനിത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ ആ ജ്യൂസ് മാത്രം എടുത്തേക്കുന്നത്. നമുക്കൊരു ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് സ്ക്രബ് ഉണ്ടാക്കിയപ്പം അതിലേക്കും വേണമെങ്കിൽ കുറച്ച് ബീറ്റ്റൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാം. കണ്ടോ, ഞാനിപ്പം ആ ജ്യൂസ് എടുത്ത് വച്ചേക്കുന്നതാണിത്. ഇതിൻ്റെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ലിപ് ബാം ഉണ്ടാക്കാൻ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല കളർ വരാൻ വളരെ നല്ലതാണ്. ഇത് ഒരിക്കലും ഒഴിവാക്കരുത് ഈ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ലെമൺ ജ്യൂസാണ്. അത് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ നെയ്യും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നല്ലോണം ഒരു ലിപ് ബാമിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഒരു കട്ടിയായിട്ടിരുന്നോളും. അപ്പോൾ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഒരു 2 ആഴ്ചയോളം ഒരു കേടും കൂടാണ്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കാമെന്ന് കണ്ടില്ല. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചായിരുന്ന ലിപ് ബാമാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഒരു നമ്മുടെ നാച്ചുറൽ ലിപ് ബാമിൻ്റെ അത്രയും നല്ലൊരു കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നോട് ഞാൻ ഫ്രീസറിലൊന്നുമല്ല വെച്ചേക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചേക്കുന്നത്. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ മുമ്പ് എടുത്തു വയ്ക്കുക അപ്ലൈ ചെയ്യുന്നതിന്. അപ്പം ഈ ഒരു കുറച്ചുകൂടി എന്താ പറയുക, തിക്നെസ് കുറയും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. കണ്ടില്ലേ, നല്ല കളറും ഉണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ കളറാണത്. പെട്ടെന്ന് ചുണ്ടിലേക്ക് വലിഞ്ഞോളും. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കിടന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വലിഞ്ഞോളും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു ലിപ് ബാം ഇട്ടതുപോലെ തന്നെയുണ്ട് അല്ലേ.
ഇപ്പോൾ ഞാനിതിൽ ബീട്രൂട്ട് ജ്യൂസും ലെമൺ ജ്യൂസും ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് 2 ആഴ്ച കൂടുതൽ ഫ്രിഡ്ജിൽ വച്ചേക്കണ്ട, ചിലപ്പോൾ ചീത്തയായി പോകും. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കിടക്കുക. ഒരു 6-7 മണിക്കൂർ ചുണ്ടിൽ രാത്രി വയ്ക്കുകയാണെങ്കിൽ 6-7 മണിക്കൂർ ചുണ്ടിൽ ഇരുന്നോളും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്താൽ പോലും നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലിപ്പിൻ്റെ കളർ ശരിക്കും മാറും, ഒരു ഡാർക്ക് കളറിലേക്ക് മാറും. അപ്പോൾ എന്നും ഉപയോഗിക്കുന്നില്ല, വല്ലപ്പോഴും ഉപയോഗിച്ചാൽ പോലും അത് നമ്മുടെ ലിപ്സിനെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളിങ്ങനൊരു ഡെയിലി ഇതുപോലൊരു നാച്ചുറലായിട്ടുള്ളൊരു സ്ക്രബിങ്ങും, അതുപോലെ സ്ക്രബിങ് എന്നും വേണ്ട, ആഴ്ചയിൽ ഒരിക്കലും, പിന്നെ ലിപ് ബാം എന്നും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിനെ അത് അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ എന്ത് കെമിക്കൽസ് ആഡ് ചെയ്താലും അത് നമ്മുടെ ചുണ്ടിനെ അഫക്റ്റ് ചെയ്യാണ്ട് ഈ ഒരു ലിപ് ബാം നമ്മുടെ ചുണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരും കേട്ടോ. ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ ചുണ്ടിന് കിട്ടും. അതുപോലെ കളർ ഞാൻ പറഞ്ഞല്ലോ, ബീട്രൂട്ടിൻ്റെ ഒരു കളർ ഉള്ളത് കൊണ്ടും, പിന്നെ ലെമണും നല്ലതാണല്ലോ. ദിവസം നമ്മുടെ ചുണ്ടിനെ ബ്ലീച്ച് ചെയ്യാനൊക്കെ ശരിക്കും സഹായിക്കും. അപ്പോൾ കളർ വരാനും ഈ ലെമൺ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ബീട്രൂട്ട് ജ്യൂസ് മസ്റ്റാണ്, ഒരിക്കലും അത് ഒഴിവാക്കരുത്. ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ടും എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.